PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ. ഓപ്ഷൻ ഡി ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ. ഓപ്ഷൻ സി വീരമണി രാജു. ഓപ്ഷൻ സി വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്. ഓപ്ഷൻ എ എൻ പ്രഭാകരനാണ് 2019 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവിത ചരിത്രം ആരുടേതാണ്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്. ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പോർട്ടണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. 2020 യുനെസ്കോ ചെയർ പോർട്ടണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. ഓപ്ഷൻ ബി പരിയാരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ഓപ്ഷൻ ബി ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതാര്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതാര്. ഓപ്ഷൻ ഡി ശശി തരൂർ. ശശി തരൂറിനാണ് ലഭിച്ചത്. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്. ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്. ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. ഓപ്ഷൻ ബി ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്. ഓപ്ഷൻ സി 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഓപ്ഷൻ ബി ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഓപ്ഷൻ ഡി പൂർവഘട്ടമാണ് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഓപ്ഷൻ സി മഹാനദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഓപ്ഷൻ എ ചിനാബ്. ചിനാബാണ് സിന്ധുവിൻ്റെ പോഷക നദികളിലെ ഏറ്റവും വലുത്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്. ഏതെല്ലാം മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഓപ്ഷൻ എ ഡിസംബർ ഫെബ്രുവരി. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം.
ഓപ്ഷൻ എ എക്കൽ മണ്ണ്. എക്കൽ മണ്ണെന്ന് പറയുന്നത് നമ്മുടെ നദീ തീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ്. നദികൾ വഹിച്ചുകൊണ്ടിരുന്ന എക്കലെല്ലാം അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന മണ്ണാണ്. വളരെ പോഷകസമൃദ്ധമായ മണ്ണാണ്. കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണും കൂടിയാണ് എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ കടുവ. കോർബറ്റ് ദേശീയ പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മൃഗം കടുവയാണ്. വേടതങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? വേടതങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഓപ്ഷൻ സി അൽഫോൺസ് ഡി ആൽബുക്കർക്ക്. ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഓപ്ഷൻ സി ബഹദൂർ ഷാ സെക്കൻഡ്. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം. ഓപ്ഷൻ സി ആണ് ആൻസർ. സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. നേരത്തെ അതൊരു മൗലിക അവകാശമായിരുന്നു. 44-ാം ഭേദഗതിയിലൂടെ അത് എടുത്തു കളഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ എ 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. ഓപ്ഷൻ സി രാഷ്ട്രപതി. രാഷ്ട്രപതിക്കാണ് ആ ഇളവ് ലഭിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ. ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആയിരുന്നു വനിതാ കമ്മീഷൻ്റെ, അതായത് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും അതുപോലെ തന്നെ ചെയർമാൻ്റെയും കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ഡി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനമായിരുന്നു സർദാർ പട്ടേൽ ഭവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പോർഷൻ ക്വസ്റ്റ്യൻ നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം.